ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവില്ല എന്നാ പലരും പറയുന്നത്. എന്തായാലും ഇങ്ങനെ തന്നെ ഇതിന് എന്താണ് മനുഷ്യജീവന് വില ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് എന്തായാലും പറയാൻ കഴിയില്ല. ഉണ്ടാവുന്ന ദുരന്തങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുക. അവിടേക്ക് ജാതി മതത്തിനെയും കയറ്റരുത്. എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ഏത് നാട്ടിലേക്കും ധൈര്യത്തിൽ പോയിക്കോളി. ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ കൂടെ ഉണ്ട്. മലയാളികൾ ഇനിയും യാത്രകൾ ചെയ്യേണ്ടതുണ്ട്, ചെയ്തോളി. കൂടെ നമ്മളെല്ലാവരും ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനിയുള്ള ആളുകളെ കൂടെയും നമ്മളുണ്ടാവും. മഴയും വെയിലും കാറ്റുമൊന്നും മനാഫിനെ ബാധിച്ചിരുന്നില്ല. വിവാദങ്ങളും. ഇന്ന് ആ ട്രക്കും അതിൽ നിന്ന് മൃതദേഹവും കിട്ടുന്നതുവരെ. അത് കിട്ടിയപ്പോൾ മനാഫിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. പൊട്ടിക്കരഞ്ഞുപോയി. മനുഷ്യന്മാർ തമ്മിലെ സ്നേഹബന്ധം എന്താകുമെന്ന് ഈ 2 മാസം മനാഫ് നമുക്ക് കാണിച്ചു തന്നു. ഒരു ഡ്രൈവറും ഉടമയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അർജുനും മനാഫും തമ്മിലുണ്ടായിരുന്നത്. അർജുൻ്റെ വീട്ടുകാർക്കൊപ്പം മനാഫിനെ കൂടി ചേർത്തു പിടിക്കാൻ നമുക്കൊന്ന് തോന്നും. ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും. മനാഫിനോടൊപ്പം ഒന്ന് പൊട്ടിക്കരയാനും തോന്നും. അങ്ങനെ ഗംഗാവലിപ്പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവന്. ഞാൻ അപ്പോഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന് ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു. ഞാൻ അവിടെ എത്തിക്കൂ. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും. കാരണം ഈ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു. ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അതെ, തോൽക്കാനുള്ള മനസ്സില്ല. എന്തായാലും ഓനെയും കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതതിനും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു. അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും. അതിൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും. അത്ര ധൈര്യത്തിൽ നിന്ന, ആത്മവിശ്വാസത്തിൽ നിന്ന സാധിക്കും. ചില മനുഷ്യർ ചിലർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ തോന്നും ഈ ലോകം എത്ര സുന്ദരമാണെന്ന്. ഒരുപക്ഷെ ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമല്ലാതെയും ഞങ്ങളോടും ചോദിച്ചു, അർജുന് വേണ്ടി ഇനിയും തിരയണോ, ഇനിയും കാത്തിരിക്കണോ? ഈ കാത്തിരിപ്പിന് എന്തർത്ഥം? അർജുൻ്റെ കഥ അവസാനിപ്പിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒറ്റ പാഠമാണ്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹം മറ്റുള്ള മനുഷ്യന് വേണ്ടി കാത്തിരിക്കാൻ കഴിയുന്നത് തന്നെ മനുഷ്യത്വത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ഉദാഹരണമാണ്. ഒരു മനുഷ്യന് വേണ്ടി കാത്തിരുന്നത് ഒരു വീട് മാത്രമല്ല, ഒരു നാടു കൂടിയാണ്. നമുക്ക് ചിലർക്ക് വേണ്ടി കാത്തിരിക്കാൻ കഴിയുമെന്നും ആ കാത്തിരിപ്പിൻ്റെ പേരാണ് സ്നേഹമെന്നും അർജുൻ നമ്മളെ പഠിപ്പിക്കുന്നു. അർജുൻ നമ്മുടെ കുടുംബത്തിലെ നമുക്ക് നഷ്ടപ്പെട്ട സഹോദരനാവുന്നു. അർജുൻ്റെ അമ്മ സ്വന്തം മകനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലെ അമ്മയാവുന്നു. അർജുൻ്റെ സഹോദരി നമ്മളുടെ വീട്ടിലെ സഹോദരന് വേണ്ടി കാത്തിരിക്കുന്ന സഹോദരിയാവുന്നു. ജിതിൻ നമ്മുടെ ബന്ധുവാവുന്നു. മനാഫ് നമ്മുടെ പ്രിയപ്പെട്ടവനാവുന്നു. ഈ കാത്തിരിപ്പും ഈ കഥയും നമ്മെ പഠിപ്പിക്കുന്നത് കാത്തിരിപ്പിന് സ്നേഹമെന്ന പേരുകൂടിയുണ്ട്, പരിഗണനയും കരുതൽ എന്ന പേരുകൂടിയുണ്ട് എന്നാണ്. 1, 2 71 ദിവസത്തെ കാത്തിരിപ്പ്. അതിനുശേഷമാണ് ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ അർജുനെ 15 മീറ്റർ ആഴത്തിൽ കിടന്ന ട്രക്കിൻ്റെ ക്യാബിനുള്ളിൽ നമ്മൾ ഇന്ന് കണ്ടെത്തി. കാർവാറിലെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ക്യാബിൻ മാത്രം ബാക്കിയായ ട്രക്കും കരയ്ക്കെത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അത് റോഡ് സമീപത്തേക്ക് എത്തിക്കും. അർജുനെയും കൊണ്ട് മടങ്ങുമെന്ന് അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചുവെന്നാണ് ലോറിയുടമ മനാഫ് നമ്മളോട് പറഞ്ഞത്. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു, ആ മനസ്സ് ഉലഞ്ഞിരുന്നു. ഇരുവരെയും കാറ്റുപോലും പിടിക്കാതെ നിന്ന മനാഫ് ആ കാഴ്ചയിൽ കരഞ്ഞുപോയി.
അർജുൻ തിരിച്ചു വരില്ലെന്നറിയാമായിരുന്നു. എങ്കിലും അർജുൻ്റേതായ എന്തെങ്കിലും അവശേഷിപ്പാണ് തേടിയതെന്ന് ബന്ധു ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ലക്ഷ്മൺ നായിക്കിന്റെ കടയ്ക്ക് പിൻവശം, അതായത് CP പോയിന്റ് 2 എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള തെരച്ചിലാണ് ഇപ്പോൾ അർജുനെയും അതോടൊപ്പം തന്നെ അർജുന്റെ ട്രക്കും കണ്ടെത്തിയിരിക്കുന്നത്. ക്യാബിൻ അടക്കമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപിലേക്ക് വലിച്ചു നീക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഉയരുന്നു. മുൻഭാഗം ഉയർത്തി പിൻഭാഗം വലിച്ചു കയറ്റാനാണ് ശ്രമം നടത്തുക. യെസ്, ആ ശ്രമം ഫലം കാണുകയാണ്. റോഡിലേക്ക് ലോറി സാവധാനം മുകളിലേക്ക് ഉയർത്തി, മുൻഭാഗം മുകളിലേക്ക് പൂർണ്ണമായിട്ടും ഉയർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് പൂർണ്ണമായിട്ടും ഉയർത്തി ലോറിയുടെ ഏകദേശം പാതി ഭാഗത്തോളം റോഡിൻ്റെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി റോഡിലേക്ക് എത്തിക്കാൻ സാധിക്കും. 2 ക്രെയിനുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് നീക്കുന്നത്. ഇനി വളരെ വേഗം മുന്നിലേക്ക് നീക്കാം. തടസ്സങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ലോറിയുടെ മുൻഭാഗം അതേ ക്രെയിൻ ഉപയോഗിച്ച് മുന്നോട്ട് നീക്കാൻ കഴിയുന്നതാണ്. 2 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് 2 ക്രെയിനുകളും ഈ ലോറിയുടെ ക്യാബിൻ്റെ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഹുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നീക്കം ചെയ്യുകയാണ്. ഇപ്പോൾ മുന്നിലേക്ക് നീക്കുന്നു. ഏകദേശം പൂർണ്ണമായി 70% പൂർണ്ണമായും റോഡിലേക്ക് ഈ ലോറി എത്തിക്കഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം.